ഞങ്ങളിപ്പം പോകാൻ വേണ്ടി ഇരിക്കുന്നതേ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ ഇല്ലേ, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കൂടെയുള്ള മലയാളി അവരൊക്കെയാണത് കേട്ടോ. ഇത്തയും കുഞ്ഞും അവരൊക്കെയാണത്. ഉമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഒക്കെയുണ്ട്, എല്ലാവരും കൂടിയേ. അവളപ്പോൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തി നോക്കുമ്പോഴാണ് അറിയുന്നത്, രാത്രി ആയിണ്ടായി കേട്ടോ. അവിടെ എത്തി നോക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ന് പരിപാടിയൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം വെറുതെ ഇതായിട്ടുള്ളതാട്ടോ. എല്ലാവരും ഞങ്ങളെപ്പോലെ പെട്ട് വന്നവരാണ് അവരൊക്കെ. ഒന്നും ഉണ്ടായില്ല, വാട്ടർ ഡാൻസ് ഇല്ല, അതുപോലെ പരിപാടികളൊന്നും ഇല്ല. അവിടെ ഒരുപാട് എന്താ പറയുക, ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്കൊന്നിനും പറ്റിയില്ല. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 9 മണിയായിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ബോട്ടിങ്. 9 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടക്കാറായിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം അവിടെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ആ ഭാഗം ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. രാത്രിയായി. ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് ലാസ്റ്റാണ് അവിടെ എത്തിയത്. അപ്പോൾ അത് കാരണം ഒന്നും ഒരു ഭംഗിയിൽ കാണാനൊന്നും പറ്റിയില്ല. എല്ലാം ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഓടി ഒന്ന് കണ്ടിട്ടിങ്ങ് പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, അവിടെ എന്താ പറയുക, എന്നാലും ഭംഗിയാണ്. ഒന്നും ഇല്ലാണ്ട് പോലും അവിടെ ഭംഗിയുണ്ട് കാണാൻ. എന്നാലും ഇതൊന്നും അല്ല കേട്ടോ, ലൈറ്റെല്ലാം ഇട്ട് വാട്ടർ ഡാൻസും അതൊക്കെ ഉണ്ടാകുമ്പോഴൊരു വല്ലാത്ത ഭംഗിയാണ്. ഇത് മൊത്തത്തിലിങ്ങനെ കാണുമ്പോൾ ഒരു നല്ല രസമാണ്. എന്തോ ഒരു സ്ഥലങ്ങളാണെന്നറിയാം, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് അവരെ പരിചയപ്പെട്ടു, ഞങ്ങൾ അവരുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ അങ്ങനെയൊക്കെ കറങ്ങി കേട്ടോ. ഇതെല്ലാം വെറുതെ ഒരു പൈപ്പിട്ടിട്ട് വെറുതെ നമ്മളിങ്ങനെ എന്താ പറയുക, ടിക്കറ്റ് എടുത്ത് കയറുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്, അത്രയേ ഉള്ളൂ. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല കാണാനായിട്ട്, ഒരിതും ഇല്ല. ഇവിടെയെല്ലാം നല്ല ഭംഗി. അവിടെയെല്ലാം മുകളിലെല്ലാം നിന്ന് എന്തോ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്ന അറിയാം, നല്ല ഇതാണ്. പക്ഷേ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല അവിടെ പോയിട്ട്. അവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ട, അതെല്ലാം വെറുതെ തൽക്കാലം ഇത്ര ആൾക്കാർ കയറുകയല്ലേ, ടിക്കറ്റൊക്കെ എടുത്ത് പൈസ ഒക്കെ അടച്ച് കയറുന്നതല്ല. അതുകൊണ്ട് മാത്രം അവരങ്ങനെ ഇച്ചിരി എന്തൊക്കെയോ ചെയ്തു വെച്ചതാണ്. ഇനി ഒരുപാട് ദൂരെ നിന്നൊക്കെ അറിയാണ്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവിടെ ഇന്ന് ഇല്ല എന്നുള്ളതൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അല്ല കണ്ട ദൂരെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്നറിയാം. നല്ല ഭംഗിയാണ് കേട്ടോ, പറ്റുകയാണെങ്കിൽ പോകണം.